അപ്പോൾ കൗൺസിലിങ്ങിൽ 2-3-4 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, ഞാനൊരു കൗൺസിലർ ആകണമെങ്കിൽ എനിക്കെന്ത് വേണം? ക്ഷമ വേണം, മറ്റുള്ളവരുടെ പ്രയാസം കേൾക്കാനുള്ള സന്നദ്ധത വേണം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം വേണം, മറ്റുള്ളവരുടെ പ്രയാസം കേൾക്കുമ്പോൾ, പ്രശ്നം കേൾക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേണം, അതിന് ഉചിതമായ മറുപടി പറയാനുള്ള അറിവ് വേണം, പരിജ്ഞാനം വേണം. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് കൗൺസിലിംഗ്. അപ്പോൾ കൗൺസിലിംഗ് ഒരു വലിയ വിപുലമായ വിഷയമാണ്. അതിനകത്ത് ഒരു പ്രയാസമുള്ള വ്യക്തിയുണ്ട്, താല്പര്യമുള്ളൊരു വ്യക്തിത്വം വേറെ ഉണ്ട്, കൗൺസിലറുണ്ട്, അന്യോന്യമുള്ള ഒരു ചർച്ച, കേൾവി, മറുപടി, ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നു. ഇത് ജനറൽ കൗൺസിലിംഗ്. ഞാൻ ഉറപ്പിക്കുകയുണ്ടായി, നാം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് സഭയ്ക്കകത്ത് ആവശ്യമുള്ള കൗൺസിലിംഗ് സെക്യുലർ കൗൺസിലിംഗ് അല്ല. നമുക്കറിയാം സെക്യുലർ കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ ഇപ്പോൾ ഈ ചിന്തിക്കുന്ന പാസ്റ്ററൽ കൗൺസിലിംഗ് ഉണ്ട്. ഓക്കെ, ഡെഫിനേഷൻ ഒന്നുകൂടെ പറയാം. കൗൺസിലിംഗ് ഈസ് ദി എഫർട്ട് ഓഫ് എ കൺസേൺഡ് ഇൻഡിവിജ്വൽ ഫോർ എ ഡിസ്റ്റർബ്ഡ് പേഴ്സൺ with a view to help him to solve his problem and become a better human being. ഇതൊരു സെക്യുലർ ലെവലിലെ ഉണ്ടല്ലോ ഡെഫിനേഷനായി പറയുന്നത്. അപ്പോൾ സെക്യുലർ കൗൺസിലിംഗ്, പാസ്റ്ററൽ കൗൺസിലിംഗ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചോദ്യം, സെക്യുലർ കൗൺസിലിങ്ങിൽ ഒരു കൗൺസിലറുടെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു പ്രൊഫഷണൽ കൗൺസിലർ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജനറലി സ്പീക്കിംഗ്, തൻ്റെ അടുത്ത് വരുന്ന രോഗി, അത് മനോരോഗിയായിരിക്കാം, ഡിസ്റ്റർബ്ഡ് പേഴ്സൺ ആയിരിക്കാം, എന്തൊക്കെയോ മാനസിക സംഘർഷമുള്ള ആ വ്യക്തി, അദ്ദേഹത്തിന് ചില ആശ്വാസം കൊടുക്കുക, അല്ലേ? സെക്യുലർ കൗൺസിലർ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തൻ്റെ മുൻപിൽ വരുന്ന മാനസിക സംഘർഷമുള്ള വ്യക്തിക്ക് മനസ്സിന് ചില ആശ്വാസം കൊടുക്കുക, പിരിമുറുക്കം മാറ്റുക, സമാധാനം കൊടുക്കുക. അല്പം എന്തോ പറഞ്ഞു, വൈകാരിക പ്രശ്നം, ഇമോഷണൽ പ്രോബ്ലംസ് ഉള്ള അവർക്ക് ആശ്വാസം കൊടുക്കുക. അതാണ് ആരുടെ ലക്ഷ്യം. അതിൽ കൂടുതൽ ലക്ഷ്യമുണ്ട് അവർക്ക്, അതിൽ കൂടുതൽ ലക്ഷ്യമില്ല. എന്നാൽ പാസ്റ്ററൽ കൗൺസിലർ, ഒരു എൽഡർ, ഒരു പാസ്റ്റർ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അവിടെ കണ്ട് അവസാനിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു സഹോദരന് ആശ്വാസം കൊടുക്കുക, അല്ലെങ്കിൽ മാനസികമായ സംഘർഷം മാറ്റിക്കൊടുക്കുക എന്നതിൽ അവസാനിക്കുന്നില്ല. പിന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഡിഫറൻസ്. പാസ്റ്ററൽ കൗൺസിലിങ്ങിൽ കേവലം മറ്റൊരാളിൻ്റെ സങ്കടവും സംഘർഷവും കേട്ട് സമാധാനവാക്ക് പറഞ്ഞ് ആശ്വാസം പറയുക മാത്രമല്ല, പിന്നെ അവരെ അവർക്കൊരു മാനസികമായ ഹെൽപ്പ് ദം ടു ഫീൽ ഫ്രീ, ആ ഒരു അവസ്ഥയിലാക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെ നമ്മുടെ മുൻപിൽ വരുന്ന ഏതൊരു വ്യക്തി രക്ഷിക്കപ്പെടുക, ദൈവവചനപ്രകാരം ആത്മീയമായിട്ട് വളരുക. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അവർ രക്ഷിക്കപ്പെടുക എന്നുള്ളതും, അവർ കർത്താവിനെ അറിയുക എന്നുള്ളതും, ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച്, കൂടുതൽ ശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുക. അതാണ് ദൈവിക പ്ലാൻ. ആ പ്ലാനാണ് നമ്മുടേത്. അപ്പോൾ ക്രിസ്ത്യൻ കൗൺസിലിംഗ് അഥവാ പാസ്റ്ററൽ കൗൺസിലിംഗ് ഓർ ബിബ്ലിക്കൽ കൗൺസിലിംഗ്, അതിൻ്റെ ലക്ഷ്യം കേവലം ഇമോഷണൽ പ്രോബ്ലംസിന് പരിഹാരം കൊടുക്കുക എന്നുള്ളതല്ല. ചില ക്രിസ്ത്യൻ പ്രീച്ചേഴ്സ് ചെയ്യാറുണ്ട് അങ്ങനെ, അല്ലേ? ചിയർ അപ്പ് മൈ ബ്രദർ, ഡോണ്ട് വറി മൈ ബ്രദർ. ആ വാക്ക് നല്ലതാണ്, പക്ഷെ ഒരാളുടെ വറി മാത്രം മാറ്റിയാൽ പോരാ. വചനമനുസരിക്കണമെന്ന് പറയണം, ഈ വചനപ്രകാരം ജീവിക്കണമെന്ന് പറയണം, ഈ വചനപ്രകാരം രക്ഷിക്കപ്പെട്ട് വചനപ്രകാരം ശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ ഹിതത്തിനും അവൻ്റെ സ്വഭാവത്തിനും അനുരൂപപ്പെടണം. അതുവരെയാണ് നമ്മുടെ കൗൺസിലിംഗ്. അതാണ് നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒരു 3-4 പോയിൻ്റായിട്ട് പെട്ടെന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെ പറയാം, സമ്മറൈസ് ചെയ്ത് ക്രിസ്ത്യൻ കൗൺസിലിംഗ് അല്ലെ പാസ്റ്ററൽ കൗൺസിലിങ്ങിൻ്റെ മീനിങ് അഥവാ ലക്ഷ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. സമ്മറൈസ്ഡ് പോയിൻറ്റ്സ് ആയിട്ട്. നമ്പർ 1, ഹെൽപ്പ് counselee to understand the cause of his problems and biblical method of handling them. ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, പാസ്റ്ററൽ കൗൺസിലിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്? നടന്നു വന്ന മൈക്ക് പോലെ പാസ്റ്ററൽ കൗൺസിലിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ 3-4 പോയിന്റ് പറയാം പെട്ടെന്ന്. പാസ്റ്ററൽ കൗൺസിലിങ്ങിൻ്റെ ലക്ഷ്യം, അതിനകത്ത് ഇൻവോൾവ് ആയ കാര്യങ്ങൾ ഓൾറെഡി സൂചിപ്പിച്ചതൊരു പ്രോസസ്സാണ്. പാസ്റ്ററൽ കൗൺസിലിങ്ങിലെ പ്രോസസ്സിൽ നാം ലക്ഷ്യമിടുന്നത് എന്തെല്ലാമാണ്?
Number 1, to help counselee to understand the cause of his problems and biblical methods of handling them. മലയാളത്തിൽ പറയാം. നമ്മുടെ ഒന്നാമത്തെ പടി അല്ലെ ഒന്നാമത്തെ ലക്ഷ്യം, നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തി അവൻ്റെ പ്രയാസവും പ്രശ്നവും എന്തായാലും അതിൻ്റെ കാരണം എന്താണ് എന്നവനെ ബോധ്യപ്പെടുത്തി ദൈവവചനപ്രകാരം ആ പ്രോബ്ലത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ ജോലിയാണ്. പാസ്റ്ററൽ കൗൺസിലിങ്ങിൽ എൽഡേഴ്സ് ഓർ പാസ്റ്റേഴ്സ് കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ പ്രയാസമോ സംഘർഷമോ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി വരുമ്പോൾ നമ്മുടെ കടമ എന്താണ്? നമ്മുടെ ജോലി എന്താ? ആ ആളിൻ്റെ റിയൽ പ്രോബ്ലം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. ആ ആള് അനുഭവിക്കുന്ന പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ്, എന്ത് കാരണം കൊണ്ടാണ് നിനക്ക് ഈ പ്രോബ്ലം ഉള്ളത്, എന്ത് കാരണമാണ് നിന്റെ പ്രശ്നത്തിന് പിറകിൽ എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയും ആ പ്രശ്നത്തെ ബിബ്ലിക്കൽ സപ്പോർട്ട് ചെയ്ത് വചനപ്രകാരം ആ പ്രോബ്ലം എന്താണോ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിപ്പിക്കുക. സെക്യുലർ കൗൺസിലേഴ്സിന് മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം നമുക്കറിയാം, ഈ മാസികയിലൊക്കെ വരത്തില്ലേ മനഃശാസ്ത്രജ്ഞൻ്റെ മറുപടി, ഇതുപോലെ വിദ്വാന്മാർ അല്ലേ, എല്ലാത്തിനും ഒരേ മറുപടിയാണ്. നീ വിശ്വസിക്കുക, അവരുടെ വാക്ക് നീ വിശ്വസിക്കുക. അത് പിന്നെ ആ ഭാഗം വരും. ബിലീവ് ഇൻ യുവർ സെൽഫ്, അത് അവരുടെ വാക്ക്. ബിലീവ് ഇൻ യുവർ സെൽഫ്, നിൻ്റെ മൈൻഡിലായല്ല, നീ അങ്ങ് വിശ്വസിച്ചാൽ മതി. വിഷമിക്കണ്ട. എങ്ങനെയാ വിഷമിക്കേണ്ടാത്ത? നമ്മുടെ ലക്ഷ്യം അതല്ല. നമുക്കിങ്ങനെ ആരെല്ലാം പ്രയാസമോ സാരമല്ല ഭദ്ര, എല്ലാ ദൈവമെല്ലാം പരിഹരിക്കും, അതല്ല ആൻസർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ആ വ്യക്തിയുടെ വാക്കുകൾ കേട്ട് ആ വ്യക്തിയുടെ പ്രോബ്ലംസ് എന്തുകൊണ്ടുണ്ടായിരിക്കുന്നു, തൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്കുള്ള യഥാർത്ഥമായ കാരണം എന്താണെന്ന് നാം മനസ്സിലാക്കി കണ്ടുപിടിച്ച് പറഞ്ഞു മനസ്സിലാക്കണം. ഇത് പെട്ടെന്ന് തീരത്തില്ല, അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ പ്രോബ്ലത്തെ ബൈബിൾ പ്രകാരം ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ജോലി നമ്മുടെയാണ്. അതൊന്നാം ഭാഗം. മാത്രമല്ല അവിടെ കൊണ്ടും തീരുന്നില്ല. എൻ്റെ അടുക്കൽ ഒരാൾ വരുന്നു പ്രോബ്ലംസുമായിട്ട്. ആസ് എ പാസ്റ്ററൽ കൗൺസിലർ എൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസിൻ്റെ റൂട്ട് കോസ് പറഞ്ഞിട്ട് ഇത് ഇന്ന കാരണത്താൽ ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് വിട്ടാൽ പോരാ. പിന്നെ ഇത് പരിഹാരമായിട്ട് ഇന്ന പോലെ വേണം ജീവിക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ. നിൻ്റെ റിയാക്ഷൻ ഇന്ന പോലെ ആയിരിക്കണം. ഈ തരത്തിലുള്ള ഈ രീതിയിലുള്ളതായ അനുഭവങ്ങളുടെ മുൻപിൽ നിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്ന് നാം ബൈബിളിൽ നിന്നും കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ താനത് മനസ്സിലാക്കി സ്വാഭാവികമായി ബൈബിൾ അടിസ്ഥാനത്തിലുള്ള റെസ്പോൺസ് ചെയ്യുവാൻ അവനെ പ്രാപ്തനാക്കണം. ഞാൻ ഈ സ്വാഭാവികം പറയുമ്പോൾ തനിക്ക് ഇപ്പോൾ സപ്പോസ് മനസ്സിൽ വലിയൊരു നിരാശ വരും. എന്താ ഏതെങ്കിലും പരീക്ഷയിൽ തോറ്റുപോയി, വലിയൊരു സംഘർഷമാണല്ലേ. ഇന്നലെ ചില കുട്ടികളൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡായിരുന്നു, ഇന്നലെ ഉച്ച വരെ അല്ലേ, അറിഞ്ഞില്ല, വളരെ ഡിസ്റ്റർബ്ഡായിരുന്നു. ആ ഡിസ്റ്റർബ്ഡായ കുട്ടിയെ ഇങ്ങനെയുള്ള സംഘർഷ അനുഭവം വരുമ്പം എങ്ങനെയാണ് വചനപ്രകാരം പ്രതികരിക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കുകയും ആ ആൾ സ്വാഭാവികമായി അങ്ങനെ പ്രതികരിക്കുവാനായി പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. മനസ്സിലായോ? അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിച്ചാൽ help counselee to become comfortable with a biblical response pattern and to practice automatically. Second എന്ന് പറയാം, help counselee to become comfortable with a biblical response. Biblical response means എന്ത് തരത്തിലുള്ള ജീവിത അനുഭവമാണെങ്കിലും വചനപ്രകാരമുള്ളൊരു റെസ്പോൺസ്, ഒരു പ്രതികരണം ചെയ്യുവാനായിട്ട് നാം കൗൺസിലിയെ ഹെൽപ്പ് ചെയ്യണം, പഠിപ്പിക്കണം. ആ റെസ്പോൺസ് എങ്ങനെ ഉണ്ടാകണം? നിരാശ വന്നു കഴിഞ്ഞിട്ട് ബൈബിൾ എടുത്ത് നോക്കണം, നിരാശ വരുമ്പോൾ എന്തോ ചെയ്യണ്ടേ? അങ്ങനല്ല. ആ നിരാശയുടെ അനുഭവം വരുമ്പോൾ ഉള്ളിൽ സ്വതവേ വരണമെന്ത്? കർത്താവ് സിംഹാസനസ്ഥനാണ്, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, അവനെ കുറിച്ച് യോജന ഒരു പദ്ധതി ഉണ്ട്, അവന് ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടൊന്നും സംഭവിക്കുകയില്ല. ഈ വിചാരങ്ങൾ വേഗം സ്വാഭാവികമായി മനസ്സിൽ വരുവാൻ നമ്മൾ ആ കൗൺസിലിയെ ഹെൽപ്പ് ചെയ്യണം, പഠിപ്പിക്കണം. അപ്പോൾ അത് രണ്ടാം കാര്യം. നമ്മുടെ ക്രിസ്ത്യൻ കൗൺസിലിംഗ്, പാസ്റ്ററൽ കൗൺസിലിങ്ങിൽ ഇൻവോൾവ് ആയ കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്താണ് പാസ്റ്ററൽ കൗൺസിലിംഗ്? ചുമ്മാ എന്തെങ്കിലും കേട്ട് പറഞ്ഞ് സാരമില്ല നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടാൽ പോരാ.
അവൻ്റെ റൂട്ട് കോസ്, പ്രോബ്ലംസിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് വചനപ്രകാരം അത് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് ബോധ്യമാക്കണം വചനപ്രകാരം ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ പ്രോബ്ലംസിൻ്റെ കാരണങ്ങൾ. രണ്ടാമതായിട്ട് ഈ നിലയിലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് വചനപ്രകാരം, അത് വചനത്തിൽ നിന്നും കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ, സ്വാഭാവികമായി വചനപ്രകാരമുള്ള റെസ്പോൺസ് അവനിൽ ഉണ്ടാകുവാനെ ഹെൽപ്പ് ചെയ്യണം. നമ്പർ 3 അല്ലേ ഞാനീ പറഞ്ഞു വരുന്ന വിഷയം എന്താ? ബിബ്ലിക്കൽ കൗൺസിലിങ്ങിലെ അല്ലെങ്കിൽ പാസ്റ്ററൽ കൗൺസിലിങ്ങിലെ പ്രോസസ്സ്. ഇത് ജസ്റ്റ് ആ മീനിങ് ഓഫ് പാസ്റ്ററൽ കൗൺസിലിങ്ങിൽ പറഞ്ഞു തരിക. ആ റിയൽ പ്രോസസ്സ് വേറെയാ, എലാബറേറ്റായിട്ട് പിന്നെ പഠിക്കും നമ്മൾ. മൂന്നാമത്തെ, ഹെൽപ്പ് കൗൺസിലി ടു മേക്ക് ഹിം സ്റ്റേറ്റ് സ്പെസിഫിക്കലി ഹൗ. നമ്മുടെ മുൻപിൽ ഒരു വ്യക്തി വരുന്നു പ്രോബ്ലംസുമായിട്ട്. ആ വ്യക്തിയുടെ പ്രോബ്ലംസിൻ്റെ പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് നാം മനസ്സിലാക്കി കാണിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് ബോധ്യമായി. ഇനിയും അങ്ങനെയുള്ള അനുഭവം വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് മനസ്സിലായി. അടുത്ത് കഴിഞ്ഞിട്ട് ആ വ്യക്തി തന്നെ പറയണം, എൻ്റെ ജീവിതത്തിൽ ഇന്ന ചേഞ്ചസ് ഉണ്ടായി എന്ന് പറയുവാൻ പ്രാപ്തരാക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയുവാനായിട്ട് ആ വ്യക്തിക്ക് പ്രാപ്തരാക്കുന്ന, സഹായിക്കുന്ന, അങ്ങനെ ആ പ്രാപ്തി ലഭിക്കുവാൻ സഹായിക്കുന്നതും ഈ ബിബ്ലിക്കൽ കൗൺസിലിങ്ങിലെ പ്രോസസ്സിൽ പെടുന്നതാണ്. ഹെൽപ്പ് കൗൺസിലി ടു മേക്ക് ഹിം സ്റ്റേറ്റ് സ്പെസിഫിക്കലി ഹൗ ഹി ഹാസ് ചേഞ്ച്ഡ്, he or she. Number 4, help counselor to make him stay successful even when others test him. പറയാം, help counselor to make him stay successful. Help counselor to stay successful even when others test him. പ്രോബ്ലമായിട്ട് വന്നു, ആളുടെ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് പറഞ്ഞ് മനസ്സിലാക്കി, അത് മനസ്സിലായി, എങ്ങനെയാണ് വചനപ്രകാരം പ്രതികരിക്കേണ്ടതെന്ന് മനസ്സിലായി, ചേഞ്ച് ഉണ്ടായി ജീവിതത്തിൽ. ആ ചേഞ്ചിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനും തന്നെ ശക്തിയിരിക്കണം. എന്ത്? അവനെ ഒന്ന് പരീക്ഷിക്കുവാനായി, അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുവാനായിട്ട്, ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുമ്പോഴും അവനുണ്ടായ മാറ്റത്തിൽ നിലനിൽക്കുവാൻ എന്ത് ചെയ്യണം? അവനെ ശക്തീകരിക്കണം. നമ്മുടെ മുൻപിൽ വന്ന വ്യക്തി, പ്രയാസവും പ്രോബ്ലവും ഉള്ള വ്യക്തി, ആ വ്യക്തി തനിക്ക് ലഭിച്ച മാറ്റത്തിൽ എന്ത് ചെയ്യണം? തുടരണം. ആ മാറ്റത്തിൽ തുടരുവാൻ അവനെ അവസാനമായിട്ട് ഇപ്പം 4 കാര്യം പറഞ്ഞു. ആർക്ക് പറയും 4 കാര്യം? ഒന്ന് പറഞ്ഞ വേഗം. ഈ 4 കാര്യം പറഞ്ഞു, ഒന്ന് സൂചിപ്പിക്കാം വേഗം. കൗൺസിലിംഗ്, ബിബ്ലിക്കൽ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്ന കാര്യങ്ങൾ, റൂട്ട് കോസ് ഓഫ് ഹിസ് പ്രോബ്ലംസ് അല്ലേ? ഓക്കെ. നമ്പർ 2, ഓക്കെ, ബിബ്ലിക്കൽ റെസ്പോൺസ്. ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് വചനപ്രകാരം പ്രതികരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക. നമ്പർ 3, വെരി ക്ലിയർ, സ്പെസിഫിക്കലി ആ കൗൺസിലിൽ പറയണം, ഇന്ന നിലയിൽ എനിക്ക് ചേഞ്ചസ് ഉണ്ടായി എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. പിന്നെ 4th ക്ലിയർ ആയില്ല. 4th, ഇദ്ദേഹം ഇങ്ങനെ സാക്ഷിയൊക്കെ പറയുമല്ലോ, അയ്യോ എൻ്റെ ജീവിതം ഭയങ്കര നിരാശാജനകമായിരുന്നു, എന്നാൽ ഇതുപോലെ ദൈവവചനപ്രകാരം എനിക്ക് ആശ്വാസം ലഭിച്ചു, എൻ്റെ പ്രയാസം, എൻ്റെ നിരാശയ്ക്കുള്ള കാരണം ഇന്നതായിരുന്നു, എനിക്ക് വലിയ മാറ്റമൊക്കെ ഉണ്ടായെന്ന് സന്തോഷിച്ചൊക്കെ ഇന്ന് പോകുമ്പം മറ്റേ കക്ഷി എന്നാ ഇവനെന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. ആരാ? പരീക്ഷകൻ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കും. ഈ സാക്ഷ്യം എന്തും നിലനിൽക്കണ്ടായോ? ആ കിട്ടിയതായ റെസ്റ്റോറേഷൻ, അല്ലെങ്കിൽ ആ ഒരു പീസ് ഓഫ് മൈൻഡ്, ആ ഒരു സമാധാനം, ആ ഒരു റെസ്പോൺസ് പാറ്റേൺ, നിരാശ വരുമ്പോൾ, പരീക്ഷ വരുമ്പോൾ വചനപ്രകാരം റെസ്പോണ്ട് ചെയ്ത് ആത്മീയമായിട്ട് നിൽക്കുന്ന ആ നിലനിൽപ്പ് തുടരണം. സ്റ്റേ ഫെയ്ത്ത്ഫുള്ളി, സക്സസ്ഫുള്ളി. അതിനും നമ്മളവരെ അവസാനമായിട്ട് കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ കൗൺസിലിയും ആരായിട്ട് മാറണം? കൗൺസിലറായിട്ട് മാറണം. ഓരോ കൗൺസിലിയും കൗൺസിലറായിട്ട് മാറണം. ഈ പ്രയാസവും സംഘർഷവും ഉള്ള വ്യക്തി നാളെ മറ്റൊരാളുടെ പ്രയാസവും സംഘർഷവും ദൂരീകരിക്കുന്ന വ്യക്തിയായിട്ട്. അപ്പോൾ ഇതാണ് കൗൺസിലിങ്ങിലെ ചില പ്രോസസ്സ്. അല്ലെങ്കിൽ ബിബ്ലിക്കൽ കൗൺസിലിംഗ് ഇതാണ്. സെക്യുലർ കൗൺസിലിങ്ങോട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. ഇത്രയും തീരുമ്പോഴാണ് നമ്മുടെ മുൻപിൽ വന്ന സംഘർഷമുള്ള വ്യക്തി മറ്റൊരാളിൻ്റെ പ്രയാസം പരിഹരിക്കാൻ പ്രാപ്തനാകുന്ന സമയത്താണ് നമ്മുടെ കൗൺസിലിംഗ് എഫേർട്ടെല്ലാം
ഓക്കെ, ഇത്ര എന്താ ചിന്തിച്ചത് കൗൺസിലിങ്ങിൻ്റെ മീനിങ്, ദ മീനിങ് ഓഫ് പാസ്റ്ററൽ കൗൺസിലിംഗ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, മൂന്നാമത്തെ. ഇത് ഡൗട്ടുണ്ടോ? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? എനി ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് പാസ്റ്ററൽ കൗൺസിലിംഗ്? അതിൻ്റെ മീനിങ് നാം ചിന്തിക്കുകയാണ്. ദ മീനിങ് ഓഫ് പാസ്റ്ററൽ. ഓക്കെ, അടുത്ത അരമണിക്കൂർ നമ്മുടെ മുൻപിലുണ്ട് കുറഞ്ഞ പക്ഷം. അടുത്ത ടോപ്പിക് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൗൺസിലിംഗ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് കൗൺസിലിംഗ്. 4 കാര്യങ്ങൾ, റീസൺസ് ഉണ്ട്, 4 കാരണങ്ങൾ. 5 കാരണം. 5 റീസൺസ് എന്തുകൊണ്ട് കൗൺസിലിംഗ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സഭയിൽ സഭാ ശുശ്രൂഷകന്മാരാണെങ്കിലും അല്ല പ്രാപ്തിയുള്ള മച്ചുവേർഡ് വിശ്വാസികളാണെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഈ നിലയിൽ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? ഇദ്ദേഹം എന്താ പഠിപ്പിക്കുന്നത്? ദൈവദാസന്മാരുടെ ജോലി കൗൺസിലിംഗ് ആണ്, അതുപോലെ മനഃശാസ്ത്രജ്ഞന്മാരും ചെയ്യേണ്ട ജോലി തന്നെയോ? അങ്ങനെ പറഞ്ഞത് കണ്ടേക്കാം, എനിക്കറിയത്തില്ല. ഇത് പുള്ളി വന്ന് സൈക്കോളജിയൊക്കെ പഠിപ്പിച്ചു, അങ്ങനൊന്നുമല്ല. വിശദമായിട്ട് സ്ലോലി പോകാം നമുക്ക്. കൗൺസിലിംഗ് എന്ത് കാരണത്താൽ ആവശ്യം? ഏറ്റവും പ്രധാനമായിട്ട് കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യകത കാണിക്കുന്ന ഒരു റിയാലിറ്റി, ഒരു കാര്യം നോക്ക്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം ബൈബിളിൻ്റെ ആദ്യം തന്നെ വായിക്കുന്ന കാര്യം എന്താ? 3-ന്റെ യഹോവയായ ദൈവം മനുഷ്യനെ നീ എവിടെയെന്ന് ചോദിച്ചു. നോക്ക് 6:3. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ദൈവവചനം ആരംഭം മുതൽ അവസാനം വരെ കാണുന്ന കാര്യം കൗൺസിലിംഗ് ദൈവത്തിൻ്റെ തന്നെ ഒരു ഭാരമാണ്. ഡിവൈൻ കൺസേൺ. There are 5 reasons why counseling is very, very important, because it's divine concern. ദൈവീകമായൊരു ഭാരമാണ്, ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവത്തിൻ്റെ ഭാരമാണ്. നാം വായിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം വീണുപോയ മനുഷ്യനെ തേടി അന്വേഷിച്ചു വരുന്നു. ആദാമേ നീ നിനക്ക് എന്താ പറ്റി? വീണുപോയ മനുഷ്യനെ ഉപേക്ഷിച്ചില്ല ദൈവം, പിന്നെ വീണുപോയ മനുഷ്യനെ തേടി വരികയും അവനെ എഴുന്നേൽപ്പിക്കുവാൻ, അവനെ വീണ്ടെടുക്കുവാൻ ദൈവം കാര്യങ്ങൾ ചെയ്യും. സദാ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം വാദിച്ചുകൊണ്ടിരിക്കുന്നവനാണ് മനുഷ്യനുമായിട്ട്. സങ്കീർത്തനം 73:24 വായിക്കുന്നത്, ദൈവം എന്ത് ചെയ്യുന്നു? അവിടെ വായിക്കുന്നത് എങ്ങനെയാ? അവൻ തൻ്റെ ആലോചനയാൽ എന്നെ നടത്തും, അല്ലേ? എനിക്ക് ആരുള്ളൂ സ്വർഗത്തിൽ. സാം 73:24, 73-ന്റെ വാക്യത്തിൽ വളരെ പരിചയമുള്ള വാക്യം അത്. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ദൈവം, പിതാവായ ദൈവത്തിൻ്റെ തന്നെ ചിന്തയും ഭാരവുമാണെന്ത്? ഓരോരുത്തരുടെയും കൈക്ക് പിടിക്കുക, ആലോചന പറഞ്ഞ് കൊടുക്കുക. കൗൺസിലിംഗ്, അത് ഇംഗ്ലീഷിൽ കൗൺസിൽ വാക്കാണ്. ഓക്കെ, ദൈവത്തിൻ്റെ തന്നെ. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ വായിക്കുന്ന വാക്ക്, അവൻ്റെ പേര് തന്നെ എന്താ? വണ്ടർഫുൾ കൗൺസിലർ. ഈസ് വണ്ടർഫുൾ ആൻഡ് ഈസ് കൗൺസിലർ. അത്ഭുത മന്ത്രി എന്ന മലയാളത്തില്ലേ? കർത്താവ് മന്ത്രിയാണ്, അവൻ കൗൺസിലറാണ്, അവൻ ആലോചന കൊടുക്കുന്നവനാണ്. ഈ കൗൺസിലർ എന്നുള്ള വാക്ക് അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ ചേർന്നുള്ള വാക്കായി ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മറ്റൊരു കാര്യസ്ഥൻ നയിക്കില്ല. കാര്യസ്ഥൻ, ഹെൽപ്പർ, അത് സെയിം ഐഡിയ ആണ്. എന്ത്? കാര്യസ്ഥൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? പാരാക്ലേറ്റോസ്, ഹെൽപ്പർ, ടു സ്റ്റാൻഡ് അലോങ് സൈഡ്, കൂടെ ചേർന്ന് നിൽക്കുക, സമീപത്ത് നിൽക്കുക, ബുദ്ധി ഉപദേശം പറഞ്ഞു കൊടുക്കുക. ആ ജോലി ആരുടേതാ? പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ പിതാവായ ദൈവം മനുഷ്യനെ നിർമ്മിച്ച കാലം മുതൽ കൗൺസിലറാണ്, കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അവൻ കൗൺസിലർ, അവൻ്റെ പേര് പോലും കൗൺസിലർ എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജോലി എന്താണ്? നമ്മോടൊപ്പം നിൽക്കുക. അനദർ കംഫർട്ടർ, ഹെൽപ്പർ, വൺ ഹു വിൽ സ്റ്റാൻഡ് along with us. നമ്മോടൊപ്പം നിന്ന് ബുദ്ധി ഉപദേശം തരുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റെതാണ്. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അതേ വാക്ക ഉദ്ദേശിക്കുന്ന 1 John 2:1-2 നമുക്ക് വേണ്ടി അഡ്വക്കേറ്റാണ്, അവൻ കാര്യസ്ഥനാണ്, പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനവും ഇത് മൊത്തം എന്താ? നമുക്ക് ബുദ്ധി ഉപദേശം തരുന്ന വാക്കുകളാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ ചിന്തയിലും വിചാരത്തിലും പെട്ട കാര്യമാണ്. എന്ത് പിതാവായ ത്രിയേക ദൈവത്തിൻ്റെ ചിന്തയാണ്. ഇവിടെ നമുക്ക് വേറൊരു ആശ്വാസവാക്കുണ്ട്. ഇവിടെ നിന്നൊരു ആശ്വാസ ആശയമുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ലഭിക്കുന്ന ആശയം ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഭാരം കേൾക്കാൻ ആരുമില്ലെങ്കിലും, എനിക്കൊരാശ്വാസം തരാൻ ആരുമില്ലെങ്കിലും, എൻ്റെ ആ പ്രയാസങ്ങളുടെ റിയാലിറ്റി എന്നോട് സിമ്പതൈസ് ചെയ്ത് മനസ്സിലാക്കുവാൻ ആരുമില്ലെങ്കിലും ആരുണ്ട്? ബെസ്റ്റ് കൗൺസിലറായിട്ട് പിതാവായ ദൈവമുണ്ട്, പുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അവൻ്റെ വചനമുണ്ട്. നമ്മെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നാം എല്ലാം അനുഭവിക്കുന്ന കാര്യമാണ്. ഒരു കൗൺസിലറെ കിട്ടാൻ വലിയ പാടാണ്. ഞാൻ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കും. ഒരു കൗൺസിലറുടെ ക്വാളിറ്റി മനസ്സിലാക്കുമ്പോൾ, യോഗ്യതകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാറില്ലേ, എന്നെ അവർ മനസ്സിലാക്കുന്നില്ല, എൻ്റെ റിയൽ മോട്ടീവ് അവർ മനസ്സിലാക്കുന്നില്ല, എൻ്റെ റിയാലിറ്റി അവർ അറിയുന്നില്ല. വലിയ പാടാണ്. ഞാൻ നിങ്ങളുടെ ഹൃദയം അറിയത്തില്ല മനസ്സിലാക്കാൻ. പക്ഷേ ആരെ അറിയുന്നു? ദൈവം അറിയുന്നു. അതൊരാശ്വാസമാണ്. നമുക്കൊരു നല്ല കൗൺസിലറുണ്ട്, അത് നമുക്കൊരു സമാധാനമാണ്, ആശ്വാസമാണ്. നമ്മുടെ ഈ നേരത്തെ സൂചിപ്പിച്ചതായ നമ്മുടെ പ്രോബ്ലംസിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കും, അതിൻ്റെ റിയൽ സെൻസിൽ മനസ്സിലാക്കും, അതിന് പരിഹാരം നമുക്ക് തരും, ബുദ്ധിയുപദേശം തരും, കൈപിടിച്ച് നടത്തും, ആലോചന തരും, വിടാതെ ഉപേക്ഷിക്കാതെ. അതെത്രയോ ആശ്വാസം തരുന്നതായ കാര്യമാണ്. അപ്പോൾ കൗൺസിലിംഗ് പിതാവായ ദൈവത്തിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ ഭാരത്തിൽപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും കൗൺസിലിങ്ങിന് ഗൗരവ ഉത്തരവാദിത്വവും എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി മറ്റൊന്ന്, ഇതിന് മുൻപ് സൂചിപ്പിച്ച ചില വാക്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാമോ? റോമാലേഖനം 15:1 വാക്യം. റോമർ 15:1. മറ്റൊരു കാരണം, വേഗം കിട്ടിയ വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ശക്തരായ നാം പിന്നെ അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. അതൊരു വചനത്തിൻ്റെ പ്രബോധനമാണ്. മറ്റൊരു വാക്യം കൂടെ വായിച്ചേ, 1 തെസ്സലോനിയൻസ് 4:18. അത് വാക്യം നമുക്കറിയാം. ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. അനേക വാക്യങ്ങളുണ്ട്. ഗലാത്യർ 6:1-2 വായിച്ചു. ഗലാത്യർ 6:1-2. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചു. ആരെങ്കിലും വീണുപോയ സഹോദരന്മാരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. അനേക വാക്യങ്ങൾ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ത്? വിശ്വാസികൾ അന്യോന്യം മറ്റൊരാളെ സഹായിക്കണം, താങ്ങണം, ആശ്വസിപ്പിക്കണം, അവരുടെ ഭാരം ചുമക്കണം, അവർക്ക് ബുദ്ധിയുപദേശം കൊടുക്കണം. ഇത് വചനത്തിലെ കമാൻഡാണ്. അപ്പോൾ രണ്ടാമത്തേത്, ഒന്ന് ഡിവൈൻ കൺസേൺ, രണ്ടാമത്തെ ഡിവൈൻ കമാൻഡ്. ദൈവിക കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ സഭയിൽ പ്രയാസമുള്ള ഒരുപക്ഷെ മാനസിക സംഘർഷമായിരിക്കാം, കുടുംബ പ്രോബ്ലമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതിനെ കണ്ടിട്ട് അവഗണിച്ച് കളഞ്ഞാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്ദം തുറന്ന ഒരു അനുസരണക്കേടാണ്. മനസ്സിലായില്ല? മാനസിക സംഘർഷമുള്ള, കഴിഞ്ഞ ആഴ്ച വരെയും ഭയങ്കര സന്തോഷമുള്ളതായ മുഖത്തിൻ്റെ ഉടമ പൊടുന്നനവേ മ്ലാനമായി, ആരോടും മിണ്ടുന്നില്ല, പുറകിലും കുനിഞ്ഞിരിക്കുക. ഇത് കണ്ട ശേഷവും നമ്മൾ ഉള്ളി കുനിയുമോ നൂരും അമ്മക്കന്ന അപ്പം വേണേൽ കഴിച്ചിട്ട് പോ, തോത്ര കഴിച്ചിട്ടിട്ട് പോ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അപരാധമാണ്, തെറ്റാണ്. കാരണം മുഖം കുനിഞ്ഞിരിക്കുന്നു, മുഖം മ്ലാനമായിരിക്കുന്നു, സന്തോഷമില്ലാത്ത മുഖത്തിൽ കാണുമ്പോൾ അവരോട് എന്താ പ്രോബ്ലം എന്ന് പോയി ആ വീട്ടിൽ ചോദിക്കുകയോ ആ വ്യക്തിയോട് പേഴ്സണലി ചോദിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന് ആശ്വാസമോ സമാധാനമോ കൊടുക്കാൻ കൊണ്ട് ശ്രമിക്കാതെ കൗൺസിലിംഗ് ചെയ്യാതിരുന്നാൽ ഈ വചനപ്രകാരം അനുസരണക്കേടാണ്. ശക്തരായ നിങ്ങൾ അശക്തരുടെ ബലഹീനത ചുമക്കണം. നിങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുന്ന ആരെയും വീണുപോയാൽ ഓക്കെ. അപ്പോൾ അതും ഒരു കൗൺസിലിംഗ് ഇതൊരു ഡിവൈൻ കമാൻഡാണ്, ദൈവിക കമാൻഡ്മെൻ്റാണ്, അല്ലെങ്കിൽ ഒരു കൽപ്പനയാണ്. അത് നാം അനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു ഓപ്ഷനല്ല, ഒബ്ലിഗേഷനാണ്. നെഗ്ലക്റ്റ് ചെയ്യുവാനായിട്ട് പാടില്ല. നമ്പർ 3, മറ്റൊരു കാര്യം, അത് പല വാക്യങ്ങളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ മൊത്തം സ്ഥലം സഭയെക്കുറിച്ച് പഠിക്കുമ്പം, ബൈബിൾ പഠിക്കുമ്പോൾ ഞാൻ എഴുതി പറയാം.
നാച്ചുറൽ ഫീച്ചർ ഓഫ് എ ഹെൽത്തി അസംബ്ലി. ആരോഗ്യമുള്ള ഒരു സ്ഥലം സഭയുടെ സ്വാഭാവികമായ ലക്ഷണമാണെന്ത്? അവിടെ കൗൺസിലിംഗ് ഉണ്ട്. കൗൺസിലിംഗ് ഉണ്ട്. ആരോഗ്യമുള്ള ഒരു നല്ല മാതൃകായോഗ്യമായ സഭയുടെ സ്വാഭാവിക ഗുണത്തിൽപ്പെടുന്നൊരു വിശേഷതയാണെന്ത്? അവിടെ കൗൺസിലിംഗ് നടക്കും. അവിടെ ബലഹീനരെ ശക്തർ വഹിക്കും, ഭാരമുള്ളവരെ ആശ്വസിപ്പിക്കും, ഇല്ലായ്മയുള്ളവർക്ക് സഹായം അരുളും. ഏതെങ്കിലുമൊക്കെ നിലയിൽ അന്യോന്യം കരുതും. അതൊരു നല്ല സഭയുടെ ലക്ഷണമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കും? ഒരു 3 കാരണങ്ങൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. ഒന്ന്, എഫേസ്യർ 4:7 തൊട്ടുള്ള ചില വാക്യങ്ങൾ. എല്ലാം വായിക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചേ. അവിടെ സഭയ്ക്ക് കൊടുത്ത വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വായിച്ച പേര്. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ നീണ്ട വാക്യമാണ്. അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവ് സഭയിൽ വരങ്ങൾ കൊടുത്ത്, അല്ലെങ്കിൽ പ്രത്യേകം വരങ്ങൾ കൊടുത്ത് ചില വ്യക്തികളെ ആക്കിയിരിക്കുന്നു. അവിടെ മാത്രമല്ല, അത് സാർവദേശീയ സഭയുടെ സെറ്റപ്പിലാണ്. 1 കൊരിന്ത്യർ 12:13 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഓരോ വിശ്വാസിക്കും, ആ ഭാഗങ്ങളിൽ വായിക്കുന്നത്, ഓരോ വിശ്വാസിക്കും വ്യത്യസ്ത കൃപാവരം കൊടുത്ത് സ്ഥലം സഭയിൽ കർത്താവാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? എല്ലാവരും തികഞ്ഞവരാകണം, എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ആ മച്യൂരിറ്റിയോളം വളരേണ്ടതിനായിട്ട്. വരങ്ങൾ സഭയിൽ കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റഡ് മെൻ ആർ ഗിവൺ ഇൻ ദി അസംബ്ലി. എന്തിനു വേണ്ടി? എല്ലാവരുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അസംബ്ലിയിൽ, ഒരു അസംബ്ലി ഈ വരങ്ങളുള്ള ഗിഫ്റ്റഡ് മെൻ, വരങ്ങളുള്ള ദൈവദാസന്മാരെ അറിയുകയും അംഗീകരിക്കുകയും അവരുടെ ശുശ്രൂഷയെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സഭയിൽ എന്ത് സംഭവിക്കണം? കൗൺസിലിംഗ് സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ആസ് ഗിഫ്റ്റഡ് മെമ്പേഴ്സ് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കൗൺസിലിംഗ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ചർച്ച്, ദ ലോക്കൽ ചർച്ച്. ഓക്കെ. മറ്റൊരു കാര്യം നാം വായിക്കുന്നു പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ, ആക്ട്സ് 2:42-47. ഇത് ഒരേ കാര്യം തന്നെയാണ്. ചർച്ചിലെ അസംബ്ലിയിലെ നോർമൽ നാച്ചുറൽ കണ്ടീഷനാണ് കൗൺസിലിംഗ്. അവിടെ സംഭവിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട്? ബിക്കോസ് വി ഓൾ ഹാവ് ഡിഫറെൻറ്റ് ഗിഫ്റ്റ്സ് ആൻഡ് വി ആർ യൂസിങ് ഇറ്റ് ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് വൺ അനദർ. മാത്രമല്ല അവിടെ മനസ്സിലാക്കുന്നത് ആക്ട്സ് 2:42-47 സഭ ഒരു കൂട്ടായ്മയാണ്. സഭാ കൂട്ടായ്മയിലെ സ്വഭാവം എന്താ? ഷെയറിങ് ടുഗദർ. എൻ്റെ റിസോഴ്സ് ഷെയർ ചെയ്യും, എൻ്റെ ഭാരവും ഷെയർ ചെയ്യും, എൻ്റെ സന്തോഷം ഷെയർ ചെയ്യും, എൻ്റെ സങ്കടവും ഷെയർ ചെയ്യും. അതാണ് സഭ. സഭ കൂട്ടായ്മയാണ്. എന്താ കൂട്ടായ്മ? അപ്പം കൂട്ടായ്മ തന്നെയല്ല, പിന്നെ കർത്താവിൻ്റെ കൂട്ടായ്മ, അന്യോന്യമുള്ള കൂട്ടായ്മ. റിയൽ സെൻസിൽ കൂട്ടായ്മയുള്ള സഭയിൽ എന്തുണ്ടാകണം? കൗൺസിലിംഗ് ഉണ്ടാകണം. കാരണം എൻ്റെ ഭാരം ഞാൻ ഷെയർ. എനിക്കറിയാം ചില സഹോദരന്മാരുണ്ട്, ചില വിശ്വാസികൾ 6 മാസം കഴിഞ്ഞ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിന് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അവർ ഹോസ്പിറ്റലിൽ പോയി ആരോടും പറയത്തില്ല, വീട് ഷിഫ്റ്റ് ചെയ്താരും പറയത്തില്ല. ഇവിടുന്ന് അങ്ങ് ഗൾഫിൽ വിസിറ്റ് ചെയ്തു, അല്ലെ അവിടുന്ന് അങ്ങ് ലണ്ടനിൽ പോയി, അല്ലെങ്കിൽ അങ്ങ് വേറെവിടെയും പോയി. 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന പറഞ്ഞാൽ, വേറെ കഴിഞ്ഞ ആഴ്ച ഇവിടെ പോയി കണ്ടില്ലല്ലോ. അതെ, ഞാൻ ലണ്ടനിൽ. മിണ്ടത്തെയാണ്. എന്ത് കാര്യം നിന്ന് പറയേണ്ട ആവശ്യം? ശരിയാ, നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. അത് ശരിയായ ഫെലോഷിപ്പാണ്. അന്നു അവർക്കെന്തോ മനപ്രയാസമാണ്, നാണക്കേടാ, സുഖമില്ല. അത് നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, അത് പറയേണ്ട ആവശ്യം, അതായത് ഓപ്പറേഷൻ, അത് പറയേണ്ട ആവശ്യം ആരും പറയത്തില്ല. ചിലർ അത് ശരിയായ ഫെലോഷിപ്പ് അല്ല. ഫെലോഷിപ്പ് മീൻസ് ഷെയറിങ് ടുഗദർ.
എന്തൊക്കെ ഷെയറിങ് ടുഗദർ? എല്ലാം ഷെയറിങ് ടുഗദർ. റിസോഴ്സസ്, നമ്മുടെ സന്തോഷം, നമ്മുടെ സങ്കടം, നമ്മുടെ വിഷമം, ഓക്കെ. ചില സീക്രട്ട് കാണുന്ന വേറെ വിഷയം, അത് പേഴ്സണൽ മാറ്റേഴ്സ്. എന്നാൽ ജനറൽ സെൻസിൽ വിശ്വാസികൾ അന്യോന്യം ഷെയർ ചെയ്യും. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ട്? കൗൺസിലിംഗ് ഉണ്ട്. കാരണം ഞാൻ പറയാം, എൻ്റെ ബ്രദറെ, ഞാൻ ഈയിടെയായിട്ട് ഇച്ചിരി സംഘർഷത്തില്ല കേട്ടോ ബ്രദറെ, എൻ്റെ മുഖത്ത് മ്ലാനമായാലും ചോദിക്കുമ്പം ഒന്നുമില്ല ബ്രദറെ. അന്നേരം അവരെന്ത് പറയും? ചോദിച്ചാൽ കൗൺസിലർ അല്ലെ പാസ്റ്റർ അല്ലെ ദേവദാസ എൽഡർ വീട്ടിൽ വരും, പേഴ്സണലി കാണും, വിളിച്ചുകൊണ്ട് പാർക്കിലോ അല്ലെങ്കിൽ റോഡിലോ അല്ലെങ്കിൽ മുറ്റത്തോ കൊണ്ടുപോയി ഒറ്റയ്ക്കിരുത്തി സംസാരിക്കും. ഡോണ്ട് വറി ബ്രദർ, എന്താ വിഷയം, കേൾക്കും, സംസാരിക്കും. അപ്പോൾ നോർമലി നാച്ചുറലായിട്ട് കൗൺസിലിംഗ് ഒരു ഹെൽത്തി അസംബ്ലിയിലെ ഒരു എന്താ പറയുക ഫങ്ഷനിൽപ്പെട്ടതായ കാര്യമാണ്. ബിക്കോസ് ആസ് എ ഫെലോഷിപ്പ് ഷെയറിങ് ടുഗദർ. നമ്പർ 3, അതിൻ്റെ തന്നെ മറ്റൊരു ആസ്പെക്റ്റ്, ആസ് എ ഫ്ലോക്ക് ലെഡ് ബൈ ദ ഷെപ്പേഴ്സ്. ഓരോ സഭയിൽ നമുക്ക് കണ്ടു കഴിഞ്ഞു, ഓരോ സഭയിലും ആരുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരെയാക്കി വച്ചിരിക്കുന്നു? എൽഡേഴ്സിനെ ആക്കി വച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? സഭയെ മേയ്പ്പാൻ. ഞാനീ പറഞ്ഞു വരുന്ന എല്ലാം ഒരേ പോയിന്റിൻ്റെ സബ് പോയിന്റ്സ് ആണ്. ആക്ച്വലി നാച്ചുറൽ ഫീച്ചർ ഓഫ് എ ഹെൽത്തി അസംബ്ലി. നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം ദ ഇമ്പോർട്ടൻസ് ഓഫ് കൗൺസിലിംഗ്. വൈ ഈസ് ഇറ്റ് നെസസറി ദാറ്റ് ദർ ഷുഡ് ബി കൗൺസിലിംഗ് ഇൻ ദി അസംബ്ലി? നമ്പർ 1, ഇറ്റ് ഈസ് ഡിവൈൻ counsel. Number 2, it is divine command. Number 3, it's a natural feature of a healthy assembly. Why? Because as gifted members in the body of Christ. Number 2, as a fellowship sharing together. Number 3, as a flock led by ഓരോ സഭയിലും മൂപ്പന്മാരെ ആക്കി. അനേക വാക്യം നാം നേരത്തെ കണ്ടു കഴിഞ്ഞാണല്ലോ. 1 പത്രോസ് 5:2-3 പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ സഭയിൽ മേയ്ക്കണം, അല്ലേ? കർത്തൃത്വമല്ല നടത്തേണ്ടത്, സഭയെ മേയ്ക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ സഭയിലും മൂപ്പന്മാരെ, എൽഡേഴ്സിനെ ആക്കി വെച്ചതിൻ്റെ കാരണം ഈ സഭയിൽ ഓരോ ആടിനെയും നയിക്കാനായിട്ടാണ്. അവിടെ കൗൺസിലിംഗ് നടക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഓരോരുത്തരും വളരണം, ക്രിസ്തുവിൽ വളരണം. ഒരു വാക്യം നിങ്ങൾ വായിക്കുക, കൊലോഷ്യൻസ് 1:28, കൊലോസ്യർ 1:28 വാക്യം. ഈ സഭാ ശുശ്രൂഷകന്മാരുടെ കൗൺസിലിംഗ് ചിന്തിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ജോലി അല്ലെ ഭാഗമാണ് വായിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരാകാൻ വേണ്ടി ഉപദേശിക്കുന്നു, അല്ലേ? ഉപദേശിക്കുന്നു, പഠിപ്പിക്കുന്നു. കൃപാവരമുള്ള വിശ്വാസികൾ അന്യോന്യം കൃപാവരം ഉപയോഗിച്ച് കൗൺസിലിംഗ് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. കൂട്ടായ്മ ബന്ധത്തിൽ ഷെയർ ചെയ്യുന്നു, അന്യോന്യം സഹായിക്കുന്നു, പഠിപ്പിക്കുന്നു. കൂടാതെ സഭയിൽ ആക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നിരന്തരം ഓരോ വിശ്വാസിക്കും ആവശ്യമായ ദൂത് കൊടുക്കുന്നു. ദൈവവചന പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവദാസന്മാർ വചനം പഠിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഒരു നിലയിൽ കൗൺസിലിംഗ് ആണ്. പ്രോബ്ലംസ് അറിയാതെ തന്നെ പറയുക, ദൈവാത്മാവ് പറയുകയാണ്. അങ്ങനെ കൗൺസിലിംഗ് ഒരു സഭയിൽ സ്വാഭാവികമായിട്ട് നടക്കും. ഇനി വേറൊരു കാര്യം, സഭയിലെ കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു ഭാഗം നാം നേരത്തെ ചിന്തിച്ചു, ഡിസിപ്ലിനറി ആക്ഷനിൽ കൂടെ. ഓക്കെ, നമ്പർ ഡി മീൻസ് ഫോർത്ത് റീസൺ വൈ കൗൺസിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അനേക വാക്യങ്ങൾ ആ ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ നാം ചിന്തിച്ചത് ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവം എത്രമാത്രം കൗൺസിലിങ്ങിൽ തൽപരനായിരുന്നു എന്നുള്ളതാണ്. ദൈവം മാത്രമല്ല, ദൈവത്തിൻ്റെ ജനവും ഉൽപ്പത്തി പുസ്തകം മുതൽ നിന്ന് വായിക്കുന്നു, കൗൺസിലിങ്ങിൽ തൽപരരായിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ സാധിക്കും. സെയിൻസ് എക്സാമ്പിൾ ഇൻ ദ പാസ്റ്റ്, സെയിൻസ് എക്സാമ്പിൾ, വിശുദ്ധന്മാരുടെ മാതൃക. എന്ത് മാതൃക? ദൈവവചനം വായിക്കുമ്പോഴും അതുപോലെ ചർച്ച ഹിസ്റ്ററി വായിക്കുമ്പോഴും നാം മനസ്സിലാക്കുന്നുണ്ട്, ഭക്തന്മാർ, ദൈവദാസന്മാർ ഏത് കാലത്തും എന്ത് ചെയ്തു? അവർ മറ്റൊരാളിന് ബുദ്ധി ഉപദേശം കൊടുത്തു, ആലോചന കൊടുത്തു. നാം വായിക്കുന്നു പുറപ്പാട് പുസ്തകം 18:19 മോശ തൻ്റെ അമ്മായപ്പൻ്റെ കൗൺസിലിംഗ് സ്വീകരിക്കുന്നുണ്ട്, അല്ലേ? ഓർമ്മയുണ്ടോ? എക്സോഡസ് 18:19 എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അനേക പുസ്തകങ്ങളിൽ, അനേക വചനഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ദൈവദാസന്മാർ അന്യോന്യം കൗൺസിലിംഗ് കൊടുത്തതായി. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ രാവും പകലും എഫെസോസിൽ നിങ്ങളുടെ വീട് തോറും വന്ന് പഠിപ്പിച്ചു, കൗൺസിലിംഗ് നടത്തി. എന്ന് ഞാനൊരു അമ്മയെ പോലെ അപ്പനെ പോലെ കൗൺസിലിംഗ് കൊടുത്തവർ പറയുന്നുണ്ട്. തെസലോനിക്കർ എഴുതുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എടുക്കണം. റെഫറൻസുകൾ സമയം തീരാൻ പോകുന്നുണ്ട്. ആക്ട്സ് 20:31 താൻ പറയുന്നുണ്ട്. അവിടെ എനിക്കൊന്ന് കൗൺസിലിംഗ് തന്നെയാണ് വാക്ക് കേട്ടില്ലേ? ആക്ട്സ് 20 പ്രവർത്തികൾ 20:31 വാക്യത്തിൽ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാർ പറയുന്നുണ്ട്, ഞാൻ രാവും പകലും. ഒന്ന് വായിക്കാമോ?
20:31. പ്രവർത്തികൾ 20:31. അതുകൊണ്ട് ഉണർന്നിരിക്കുവേൻ, ഞാൻ 3 സംവത്സരം രാപകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു, അല്ലേ? ബുദ്ധി പറഞ്ഞു. പൗലോസ് പറയുക, ഞാൻ രാവും പകലും കണ്ണുനീര് വാർത്തുകൊണ്ട് ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഇനി തെസലോനിക്കർ എഴുതുമ്പോൾ 1 തെസലോനിയൻ 2:7-11, 1 തെസലോനിയർ 2:7-11 വാക്യങ്ങളിൽ താൻ പറയുന്നു, ഞാൻ ഒരു അപ്പനെ പോലെ പിന്നെ ഒരു അമ്മയെ പോലെ ബുദ്ധി പറഞ്ഞു കൊടുത്തു. അനേക വാക്യങ്ങളിൽ അത് വായിപ്പാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഭക്തന്മാർ ഏത് കാലത്തും എന്തു ചെയ്തു? അവരുടെ ശുശ്രൂഷയിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു ബുദ്ധിപദേശം കൊടുക്കുക, കൗൺസിലിംഗ് ചെയ്യുക, മറ്റുള്ളവരുടെ ഭാരം കേൾക്കുക, അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുക, അവർക്ക് ദൈവിക ആലോചന പറഞ്ഞു കൊടുക്കുക. അത് ദൈവദാസന്മാരുടെയും ദൈവജനത്തിൻ്റെയും ഒരു മാതൃകയാണ്. ബസ് ലാസ്റ്റ് മീൻസ് 5ാമത്തെ റീസൺ, 5th reason why pastoral counseling is very important. The ever increasing problems people face. നമുക്കറിയാം, ഇന്നത്തെ ലോകം ഭയങ്കര എന്ന് പറഞ്ഞേ കോംപ്ലക്സ് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് പണ്ടത്തെ പോലുള്ളതായ സമൂഹമല്ല. അത് സഭയിലാണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും വലിയ സാമ്പത്തിക ഉന്നമനമുണ്ട്, പല നിലയിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനമുണ്ട്, വളർച്ചയുണ്ട്. പക്ഷേ അനേക പ്രോബ്ലംസ് ഇന്ന് വ്യക്തികൾ അനുഭവിക്കുന്നുണ്ട്, കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്, ചെറുപ്പക്കാർ അനുഭവിക്കുന്നുണ്ട്. ധാരാളം പ്രോബ്ലം. നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ ഏതൊക്കെ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. അപ്പം ഉണ്ടല്ലോ, ആ പ്രോബ്ലംസിൻ്റെ ഗൗരവം മനസ്സിലാകും. ബ്രോക്കൺ റിലേഷൻഷിപ്പ്, മിഡ് ലൈഫ് ക്രൈസിസ്, behavioral difficulties, bitterness, guilt, resentment, anger, self-pity, envy, lust, doubt, mental disorders like inferiority complex, fear, phobia, obsession, nervousness, worry, anxiety, loneliness. ഇനിയുണ്ട് ഒത്തിരി. ഇതൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേർ സമൂഹത്തിലുണ്ട്, പിന്നെ സഭകളിലുമുണ്ട്. ബ്രോക്കൺ റിലേഷൻഷിപ്പ്, തകർന്ന ബന്ധങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, നിരാശ, ഏകാന്തത, ഫോബിയ, അത് വേറൊരു രോഗമാണ് ഉണ്ടല്ലോ, വറി, ആങ്സൈറ്റി, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എന്താ വെള്ളം പറഞ്ഞാൽ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അവകർഷതാബോധം, ശുഭാപ്തി വിശ്വാസമില്ലായ്മ, എപ്പോഴും അങ്ങ് തകർച്ച തന്നെ ചിന്തിച്ചിരിക്കുന്ന കാര്യം. ധാരാളം വിഷയങ്ങളുണ്ട്, ധാരാളം പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പം പലരും എന്ത് ചെയ്യുന്നറിയാമോ? ആരോടൊന്നും പറയാം. ചിലർ രഹസ്യമായിട്ട് സെക്യുലർ ഡോക്ടേഴ്സിനെ കാണാൻ, ഞാൻ ബലമായി വിശ്വസിക്കുന്ന സെക്യുലർ ഡോക്ടേഴ്സിനെ കാണാൻ പോയാൽ അവർ മരുന്ന് കൊടുത്ത് എന്തോ ചെയ്യും? മനസ്സിനെ അങ്ങ് സപ്രസ് ചെയ്യും. ഈ മൈൻഡിനെ ഉറക്കം നോക്കിയിരിക്കും, മറന്നു പോകും. ടെൻഷൻ കിടക്കുമ്പോൾ ഒരു ഗുണവുമില്ല. ആ ഭാഗത്തേക്ക് പിന്നെ നമുക്ക് പോകാം. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള അനേക പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്തിൽ വളരെ അത്യാവശ്യമാണ് എന്ത്? നാം ചിന്തിച്ചത് കൗൺസിലിങ്ങിൻ്റെ മീനിങ് ചിന്തിച്ചു, മാത്രമല്ല കൗൺസിലിങ്ങിൻ്റെ പ്രസക്തി, അല്ലെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യവും ചിന്തിക്കും. പറയാൻ എളുപ്പമാണ്, എനിക്കറിയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനും നിങ്ങളും അല്പം കൂടെ കണ്ണുകൾ തുറന്ന് നമ്മുടെ സഹോദരന്മാരുടെ അവസ്ഥയെ മനസ്സിലാക്കി സഭയിൽ വെറും ഉൾപ്പെട്ടുകയെന്ന് പ്രസംഗിക്കുകയും കമാൻഡ് കൊടുക്കുകയും മാത്രമല്ല, ഓരോ വ്യക്തികളെയും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി, വ്യക്തിപരമായി കണ്ട്, ഭവനങ്ങളിൽ ചെന്ന് കണ്ട് അവരുടെ മനസ്സിനെ മനസ്സിലാക്കി ആശ്വാസവും സമാധാനം കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം വിളിക്കുന്നു.